ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് OC കർവ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ 15th യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ആക്സെപ്റ്റൻസ് സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഓഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരിക. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഡിപിക്റ്റ് ദ ഡിസ്ക്രിമിനേറ്ററി പവർ ഓഫ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ. അതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്, നമ്മൾ ആക്സെപ്റ്റൻസ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് വെച്ചിട്ട്. OC കർവ് പ്ലോട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് ലോട്ട് വേഴ്സസ് ദ ഫ്രാക്ഷൻ ഡിഫക്റ്റ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്ലോട്ട് ചെയ്യണത്. ഒരു ഗ്രാഫാണ്, ഒരു കർവ്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റീസ് ഓഫ് ആക്സെപ്റ്റൻസും ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്, എത്രമാത്രം ഡിഫക്റ്റീവ് ഉണ്ട്. അങ്ങനെ ഡിഫക്റ്റീവ് ഉള്ള സമയത്ത് നമ്മൾ എപ്പോഴാണ് അത് റിജക്റ്റ് ചെയ്യണേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സർട്ടൺ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അതിന് താഴെയാണെങ്കിൽ ആ ലോട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. വെൻ OC കർവ് ഈസ് പ്ലോട്ടഡ് സാമ്പിളിംഗ് റിസ്ക് ആർ ഒബ്വിയസ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. യു ഷുഡ് ഓൾവേസ് എക്സാമിൻ ദ OC കർവ് ബിഫോർ യൂസിങ് സാമ്പിളിംഗ് പ്ലാൻ. ദെൻ OC കർവ് ക്വാണ്ടിഫൈസ് ദ മാനുഫാക്ചേഴ്സ് റിസ്ക് ആൻഡ് കൺസ്യൂമേഴ്സ് റിസ്ക്. കൺസ്യൂമേഴ്സ് റിസ്ക്കും മാനുഫാക്ചേഴ്സ് റിസ്ക്കും അതിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഗ്രാഫ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് ലോട്ട് വേഴ്സസ് ദ പ്രോബബിലിറ്റി ഓഫ് സാമ്പിളിംഗ് പ്ലാൻ. ഇത് രണ്ട് കാര്യങ്ങളാണ്, ഡിഫക്റ്റീവും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സാമ്പിളിംഗ്. Then percentage defective along the horizontal x-axis, probability of acceptance along the vertical y-axis. ആക്സെപ്റ്റ് ചെയ്യുന്നത് y-ആക്സിസിലും റിജക്റ്റ് ചെയ്യുന്നത് x-ആക്സിസിലുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. OC കർവ് ഡ്രോൺ സാമ്പിളിംഗ് പ്ലാൻ n= 300, c= 10. ഇതിൽ AQL എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലിമിറ്റാണ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന എത്രയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ലിമിറ്റിനെ പറയുന്ന പേരാണ് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ ലെവൽ എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് ആ ആക്സെപ്റ്റൻസ് സോൺ, അതുവരെയാണ് ആക്സെപ്റ്റൻസ് സോൺ. അതുവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. RQL എന്ന് പറയും. അതിലുള്ള മറ്റൊരു ടേമാണ് RQL എന്ന് പറയുന്നത് റിജക്റ്റബിൾ ക്വാണ്ടിറ്റി ലെവൽ അല്ലെങ്കിൽ റിജക്റ്റബിൾ ക്വാണ്ടിറ്റി ലിമിറ്റ്. അതാണ് RQL എന്ന് പറയുന്നത്. RQL. പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് LTPD എന്ന് പറയുന്നത്. LTPD എന്ന് പറഞ്ഞാൽ ലോട്ട് ടോളറൻസ് പെർസെൻറ്റേജ് ഡിഫക്റ്റീവ്. ലോട്ട് ടോളറൻസ് പെർസെൻറ്റേജ്. ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ OC കർവിൻ്റെ മുകളിലത്തെ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോട്ട് ടോളറൻസ് പെർസെൻറ്റേജ് ഡിഫക്റ്റീവ്, ഏതാണ് പെർസെൻറ്റേജ് ഡിഫക്റ്റീവായിട്ടുള്ളത് എന്നത്. ഇനി അതിൽ ഒരു ഐറ്റം കൂടിയുണ്ട്, IQL എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് ക്വാളിറ്റി. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്ന ഒരു ക്വാളിറ്റി ലെവലാണ് ഇൻഡിഫറൻസ് ക്വാളിറ്റി. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടതിൽ 2% വരെയാണ് ആക്സെപ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നിട്ടുള്ളത് 2% ആണ്. അതായത് x-ആക്സിസിൽ 2 വരെ വരുന്നതാണ് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല. 2% ഡിഫക്റ്റീവ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഗുഡ് ക്വാളിറ്റിയാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഹയ്യർ ആണ്. 95% അല്ലെങ്കിൽ 100% വരെ നമ്മൾ ഒരു 95% വരെ. അതിൽ മാനുഫാക്ചേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ 95% നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഗുഡും ബാഡിനും ഇടയിലുള്ള പോർഷനാണ്. അതാണ് നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് സോൺ എന്ന് പറയും. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. കാര്യമായിട്ട് പ്രോബ്ലംസ് ഇല്ല, ഡിഫക്റ്റീവ്നെസ് ഇല്ല, എന്നാൽ ഫുള്ളായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്നാലും ആ ഇൻഡിഫറൻസ് സോണിലുള്ള പോർഷനും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. AQL എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഗുഡിനും ബാഡിനും ഇടയിലുള്ള പോർഷനാണ് ഇൻഡിഫറൻസ് സോൺ എന്ന് പറയുന്നത്. ആ പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ളതാണ് LTPD, ലോട്ട് ടോളറൻസ് പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അതാണ് ലോട്ട് ടോളറൻസ്. അത് ബാഡ് ക്വാളിറ്റിയാണ്. അത് കൺസ്യൂമേഴ്സ് റിസ്ക് ആണ്. നമുക്ക് കംപ്ലയിൻസ് ആണ്, അത് കംപ്ലയിൻ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഗ്രാഫിൽ പേജ് നമ്പർ 238 ഫസ്റ്റ് ഗ്രാഫും അതുപോലെ തന്നെ പേജ് നമ്പർ 239 ഫസ്റ്റ് ഗ്രാഫും നമ്മൾ അനലൈസ് ചെയ്യുക. അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊഡ്യൂസേഴ്സ് റിസ്ക്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ പോയിൻറ്റ്, കൺസ്യൂമർ പോയിൻറ്റ്, പെർസെൻറ്റ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ മാത്രം നമ്മൾ LTPD ആണ്, ലോ ടോളറൻസ് പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമ്മൾ ഡിഫക്റ്റ് ചെയ്യുന്നത്. അത് കൺസ്യൂമേഴ്സ് റിസ്ക് ആണ്. നമ്മൾ ഡിഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള പോർഷൻ വരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോർഷൻസാണ് ഗുഡ് ലോട്ടും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് സോൺ. ഇതാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നതിലുള്ളത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ തിയറി എഴുതുക. അതോടൊപ്പം തന്നെ ഈ 2 ഗ്രാഫ് വരയ്ക്കുന്നതോടുകൂടി നമുക്ക് ആ പോർഷൻസ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.